ഷൈൻ ടോം ചാക്കോൻ്റെ ഇൻ്റർവ്യൂസൊക്കെ അത്യാവശ്യം രസമാണ് കണ്ടിരിക്കാൻ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് എതിർപ്പ് തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഷൈൻ ടോം ചാക്കോ പറയുന്നത് കൊണ്ട് ആളുകൾ അതൊരു വേറെ സെൻസിലെടുത്തിട്ട് ഇവൻ എന്താ കിളി ഇങ്ങനെ പറയുന്നത്, ഇവൻ മറ്റേത് അടിച്ചു വന്നിരുന്ന് സംസാരിക്കുകയാണ്, ഇവൻ എന്താ ഇങ്ങനെ, അങ്ങനെയും കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ചില മൂവീസിൽ അഭിനയിക്കുന്ന സമയത്ത് എക്സാക്ട് വാട്ട് വി സീ ഇൻ ദിസ് ഇൻ്റർവ്യൂസ് അത് അതുപോലെ തന്നെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു ഫീലിങ്ങും എനിക്ക് പേഴ്സണലി വന്നിട്ടുമുണ്ട്, ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സൈന സൗത്ത് പ്ലസ്സിൽ ഷൈൻ ടോം ചാക്കോൻ്റെ ഹോം ടൂർ ക്രിസ്മസ് അവരുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ ആൻഡ് ഫാദർ ഷൈൻ ടോം ചാക്കോൻ്റെ അവർ പറയുന്നുണ്ട്. അത് പഴയ കേസ്, ജയിലിൽ പോയതിൻ്റെ കാര്യങ്ങൾ, അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് അത് സംസാരിക്കുന്നത്. അതിന് മുമ്പ് ഷൈൻ ടോം ചാക്കോ റീസെൻ്റ്ലി പോയൊരു ഇവൻറ്റിൽ ഈ പറഞ്ഞ സെയിം കേസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതായിട്ട് കണ്ടു. അത് ആദ്യം വെക്കാം. ഒരു ആക്ടറിന് അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും, ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറെ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും എന്നൊക്കെയാണ് പറയാൻ. ആളുകൾ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും മുന്നത്തെ ഷൈൻ ടോം ചാക്കോ അല്ല ഒരുപാട് മാറി. അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ്, അടിക്കാതിരുന്ന കാലത്താണെന്ന് സമ്മതിച്ചപ്പോൾ അല്ലേ, ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ. അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു. അതിനാരും ഉത്തരവാദിത്വം പറയുന്നു? ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും അതിനൊരു ഉത്തരം തരുമോ? ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്ത് കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ്. ഒരിക്കകത്ത് കടന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും നേരെയാവാനുള്ള ഒരു അവസരം പോലും സമം കൊടുക്കില്ല. വീണ്ടും ഒരു IPS കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു, ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിലെ വലിയ ആള്? ഏത് പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്, പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു, അതിന് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ എന്തിനാണ് പനിഷ്മെന്റ്? ഒരാളൊരു കുറ്റം ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു വന്ന് നന്നാവുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ പനിഷ്മെന്റ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ നന്നാവുമ്പോ പറയാ ഇവനൊക്കെ എന്തിനാ നന്നായതെന്ന്. അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ കുറയാ? ഓക്കെ, അപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഷൈൻ ടോം ചാക്കോൻ്റെ കേസ് റിലേറ്റഡ് ആയിട്ട് ഷൈൻ ടോം ചാക്കോ എന്തോ അത് കാണുന്നതും ഷൈൻ ടോം ചാക്കോനെ കേൾക്കുന്നതുമായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന രീതിയിൽ പറഞ്ഞ് തിരിച്ചു വെച്ച പോലെ എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇൻ്റർവ്യൂവിലും ഇപ്പോൾ ഇതേപോലെ സംസാരിക്കുന്ന ഷൈൻ ടോം ചാക്കോവും പഴയ ഷൈൻ ടോം ചാക്കോവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ഷൈൻ ടോം ചാക്കോ കുറേ അടിച്ച് സംസാരിക്കുന്നു എന്ന് പലരും പറയുന്നു. അപ്പോൾ പണ്ടത്തെ ഞാൻ ഒന്നും അടിക്കാത്ത ഞാനാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ടൈമിലാണോ എന്നെ അങ്ങനെ ഒരു കേസിൽ പിടിച്ചകത്ത് കൊണ്ടുപോയേ എന്നൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ജനങ്ങളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ എനിക്കത് പേഴ്സണലി ഫീൽ ആയത്. അതൊരു എന്താ പറയുക, ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ഷൈൻ ടോം ചാക്കോൻ്റെ. ആക്ച്വലി ആളുകൾ ഷൈൻ ടോം ചാക്കോനെ മാറ്റം സംസാരിക്കാൻ കാരണം ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയും ആ ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായി ഉപയോഗിച്ച് ആളുകളുടെ മുന്നിൽ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വിസിബിലിറ്റി കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഷൈൻ ടോം ചാക്കോനെ ആളുകൾ കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. പഴയ ഷൈൻ ടോം ചാക്കോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആളുകൾക്ക് ഒരു മാറ്റർ ഉള്ളൂ, അതാണ് ഷൈൻ ടോം ചാക്കോൻ്റെ കേസ് റിലേറ്റഡ് ആണ്. ഒരു 9 കൊല്ലം 8 കൊല്ലം മുമ്പ് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ പെട്ട ഒരു നടൻ, അതാണ് മലയാളികൾക്ക്. പക്ഷെ ആ 9 കൊല്ലം ഇപ്പുറം വന്ന് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്നൊരു വ്യക്തിയാണ്. പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ പോകുന്ന മലയാളി ആക്ടേഴ്സിലെ ലീഡിങ് ആയിട്ടുള്ള ആക്ടേഴ്സിലെ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. തെലുങ്കിൽ, കന്നഡത്തിൽ, തമിഴിൽ, മലയാളത്തിൽ, കന്നഡ എനിക്കറിയില്ല, തെലുങ്ക്, തമിഴ്, മലയാളം, അങ്ങനെ കുറേ ഭാഷകളിൽ ഷൈൻ ടോം ചാക്കോ അഭിനയിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ലീഡിങ് ആക്ടറിനെ എന്താണെങ്കിലും ആളുകൾ നോക്കൂല്ലോ. അപ്പോൾ അയാൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, സൊസൈറ്റിയുടെ മുന്നിൽ എങ്ങനെ വരുന്നു, ഇൻ്റർവ്യൂസിൽ എന്ത് പറയുന്നു, എങ്ങനെ സ്വയം ആളുകളുടെ മുന്നിൽ ഇയാൾ പ്രസൻറ്റ് ആകുന്നു, എന്തൊക്കെ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യും. അത് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ഷൈൻ ടോം ചാക്കോവും പഴയ ഷൈൻ ടോം ചാക്കോൻ്റെ അടിക്കണക്കാണ് ആളുകൾ നോക്കുന്നതെന്ന് ഷൈൻ ടോം ചാക്കോക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പേഴ്സണലി അത് പറയാൻ പറ്റില്ല. അങ്ങനെ ആർക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നിങ്ങളെ പണ്ട് അങ്ങനെ ഒരു കേസിൽ പിടിച്ചതായിട്ട് ആളുകളുടെ മുന്നിൽ ആ കേസും അല്ലെങ്കിൽ അന്നത്തെ വിഷ്വൽസും ഉണ്ട്. പോലീസ് പിടിച്ചതും നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നിങ്ങളെ പത്രമാധ്യമങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പ്രസ് മീറ്റ് നടത്തുന്നതുമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഇല്ലേ? ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ചില ആളുകൾ അങ്ങനെ സംസാരിക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, ഷൈൻ ടോം ചാക്കോ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് കറക്റ്റാണ്. ഒരാളെ അകത്ത് കൊണ്ടുപോയി അയാൾ ഒരു തെറ്റ് ചെയ്തതിന് അയാൾക്ക് പനിഷ്മെന്റ് കൊടുത്ത് അയാൾ പുറത്തിറങ്ങിയ സമയത്ത് അയാൾ പിന്നെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ പിന്നെ എന്തിനാണ് പഴയ കണക്ക് പറയണതെന്നുള്ളത് അത് ചോദ്യം തന്നെയാണ്. അപ്പം രണ്ടും ഷൈൻ ടോം ചാക്കോ ആണ് പറയുന്നത്. ഒരാൾ തെറ്റ് ചെയ്ത് അകത്ത് പോയി പുറത്ത് വന്നു, അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ തെറ്റ് ചെയ്ത് അകത്ത് പോയി എന്നുള്ളത് സ്വയം ആക്സെപ്റ്റ് ചെയ്തോ ഷൈൻ ടോം ചാക്കോ എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിച്ചൂടെ? അതിന് ചോദിക്കാമല്ലോ ആളുകൾക്ക്. അപ്പം ഞാൻ ആസ് എ പേഴ്സൺ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അൺവാണ്ടഡ് ആണ്. പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു, ആ കേസിൻ്റെ വഴിക്ക് പോവുകയാണ്. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. കേസിൻ്റെ വഴിക്ക് പോകുമ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു പ്രൈം സ്റ്റേജിൽ നിൽക്കുകയാണ് ലൈഫിൽ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് വീണ്ടും കേസിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ രണ്ടാമതും ഇതേപോലെ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് കൂടാനുള്ള ചാൻസസ് കാണും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഹോം ടൂറിൽ പോയ സമയത്ത് നമ്മൾ രജനീഷ് ഏട്ടൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും ഷൈൻ ടോം ചാക്കോൻ്റെ ഉത്തരവും ഷൈൻ ടോം ചാക്കോൻ്റെ അമ്മ പറയുന്നതൊക്കെ നോക്കാം. ഇപ്പൊ കിട്ടുന്ന ഒരു സ്റ്റാർഡം ഉണ്ട് ഷൈൻ്റെ, അത് കാണുമ്പോൾ സന്തോഷമല്ലേ തോന്നുക? ഈ മുൾക്കിരീടം കുറച്ച് സന്തോഷമുണ്ട്, അത്ര തന്നെ ദുഃഖമുണ്ട്. എന്ത് കാര്യത്തിലുള്ള ദുഃഖമുള്ളത്? ദുഃഖമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കുക. അത് ഇതിഹാസയ്ക്ക് ശേഷം ഉണ്ടായ പ്രശ്നം തന്നെയാണ് ഏറ്റവും വല്ലാത്ത ദുഃഖം. അത് ഇത്ര വലിയ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ അത് എന്നും നമുക്ക് മരണം വരെ ഓർമ്മിക്കാൻ തീർച്ചയായും. കാരണം ഇല്ലാത്തൊരു നമുക്ക് ഇനി പറയാൻ പറ്റില്ല, ഇപ്പോഴും കേസ് കഴിഞ്ഞിട്ടില്ല. എന്താ കേസ് അറിയോ? എടുത്തടിച്ചതുപോലെയുള്ള ഒരു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു കേസിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ വീട്ടുകാരെ അറിയിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ഉണ്ടായിട്ടില്ല. വീട്ടുകാരെ ഇവരെ അറിയിക്കുന്നുണ്ടല്ലോ ചാനൽ വഴി. സ്വന്തം മകന് കിട്ടുകയാണെങ്കിൽ വേറെ ആൾക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും അതിന്റെ കേസ് അവസാനിച്ചിട്ടില്ല. കരിയർ ഏകദേശം മുന്നോട്ട് പോയി. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതുപോലെ റിലീസ് ചെയ്യപ്പെട്ടതും അതൊരു ഭാഗ്യം തന്നെയാണ്. 6 മാസമെങ്കിലും കിടക്കേണ്ടി വരുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. 2 മാസം അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ വരും. എല്ലാ ദിവസവും ഞങ്ങൾ സബ് ജയിലിലേക്ക് പോവാറുണ്ട്. ഞാനും ഡാഡിയും പോവാറുണ്ട്. അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് ഇറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്, ദൈവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഷൈൻ ടോം ചാക്കോന്റെ അമ്മ പറയുന്നത് ആ കേസ് ഇപ്പോഴും അവർ ഹോണ്ട് ചെയ്യുന്നു. സ്റ്റിൽ അതിൻ്റെ ഒരു ഇത് അവർക്ക് ഉണ്ട്, ലൈഫിലൊരു ഇമ്പാക്റ്റ്. ഷൈൻ ടോം ചാക്കോ ഇനി എത്ര വലുതായാലും എത്ര വലിയ നടനായാലും ആ ഒരു കേസ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ സൊസൈറ്റിയിലെ ആളുകൾ സംസാരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് അവർ കൃത്യമായിട്ട് അവർക്കത് പെയിൻ ആണ് എന്നുള്ളതും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ കേസ് കഴിഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കേസ് കഴിഞ്ഞ് കേസ് ക്ലോസ് ആയി ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോ തന്നെ വന്നിട്ട് പൊട്ടിത്തെറിക്കും. ആരെങ്കിലും ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഷൈൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് റിപ്ലൈ നല്ല രീതിയിൽ കൊടുക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കേസ് കഴിയില്ല. ഇങ്ങനത്തെ കേസുകൾ വർഷങ്ങളോളം പോവും, നീണ്ടു പോവും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യും. അതാണ് നല്ലത്. ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, കേസില്ല, കാര്യങ്ങളില്ല, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളില്ല. അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഓബിയസ്ലി കമൻറ്റ് ബോക്സിൽ ഈ സാധനം കാണുമ്പോൾ കുറച്ച് ചൊറിച്ചിൽ വരും. ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരു ചൊറിച്ചിൽ വരും. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരാകുമ്പോൾ അതിൻ്റെ ഒരു കൺസേൺ വേറെ ആയിരിക്കും. പക്ഷേ ഈ കമന്റ് എഴുതുന്നവര് ഈ കേസിന്റെ കാര്യം വെച്ചിട്ടാണ് എല്ലാം നെഗറ്റീവായിട്ട് എടുത്തിട്ട്. അല്ല, ചിലര് വിചാരിക്കുന്ന കഞ്ചാവില് പിടിക്കപ്പെട്ടിട്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും എത്ര നന്നായിട്ടുണ്ടെങ്കിലും പറയും, അങ്ങനെ തന്നെ നന്നായി അഭിനയിച്ചാലും പറയും, നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വരും. ഈ 9 കൊല്ലം ഇൻഡസ്ട്രി പ്രശ്നങ്ങൾ. മൂപ്പരപ്പോഴും കഞ്ചാവും കൊക്കൈനും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം 2-ൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2 തന്നെ ലഹരി ഈസ് ലഹരി. ഓക്കെ, ലഹരി കേസിൽ ഒരു വട്ടം ഒരാളകത്തായി കഴിഞ്ഞാൽ ഇനി ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഒരു വട്ടം നമ്മുടെ പേര് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആ പേര് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കില്ല അതൊരിക്കലും. അത് ഇനി എത്രത്തോളം നന്മ ചെയ്താലും എത്ര വലിയ സിനിമ ചെയ്താലും സ്റ്റിൽ ആ ഒരു പേര് അവിടെ കിടക്കും. നിങ്ങൾ അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ മാറും. ഇപ്പൊ ഇരുന്ന ഇരിപ്പിൽ 12 മണിക്കൂർ 14 മണിക്കൂറാണ് ഇരിക്കുന്നത് ഗസാലയിൽ. നിങ്ങൾ അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ക്യാമറ ആൾക്കാർ ഇത് ഇരുന്ന ആളെ ഉറങ്ങി പോവാണ് ഇന്റർവ്യൂ കൊടുത്തിട്ട്.
അതൊന്നല്ല അന്ന് കാലില് അത് തല്ലുമാലയുടേത് മിക്കവാറും എല്ലാത്തിനും ഡാഡി പോവാറുണ്ട്. നിങ്ങൾ ഇരിക്കുന്നവര് ക്യാമറയും പിടിച്ച് അവര് പോവും. അവസാനം ഷൈൻ മാത്രം ബാക്കിയാവും അവസാനം. ആ 10-20 ഇന്റർവ്യൂ ആരെങ്കിലും ഉണ്ടാവും. ഇല്ല, അവസാനത്തെ ആൾ കഴിഞ്ഞാൽ അവരും പോവും. പിന്നെ നീ മാത്രം ബാക്കിയാവും. 10-25 പേര് കൂടി റൂമിലേക്കാണ്ട് കയറാണ്. എന്നിട്ട് ഒരാൾ ഇരിക്കുന്ന കസാലയമ്മ തന്നെ ഇരിക്കുക. എന്നിട്ട് അവരെന്നെ പറയും ഷൈൻ ഇരുന്ന് ഉറങ്ങിപ്പോയി. അത് കഞ്ചാവാണ്. ഈ ചെയ്തവരെന്നെയാണ് ഇതൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെങ്ങനെ വിറ്റ് പോണ്? ഇതിനൊരു രസമൊക്കെ വേണ്ടല്ലേ? ഓക്കെ, ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി സിനിമ പ്രൊമോഷന് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുഴഞ്ഞ പോലെ അങ്ങനെ ഇരുന്നിട്ട് അതെന്തോ ഇങ്ങനെ സംസാരിക്കുന്നത്, അയാൾ ഇരുന്ന് കുഴങ്ങി പോവാന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ പോവാറുണ്ട്, അത് കണ്ടിട്ടാണ് സംസാരിക്കാറ്. 10-12 മണിക്കൂർ ഒരാൾ ഒരേ കസാലയിൽ ഇരിക്കുന്നു, ചാനലുകൾ മാറി മാറി വരുന്നു. ഷൈൻ ടോം ചാക്കോ എക്സോസ്റ്റഡ് ആയിട്ടാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണ് ഷൈൻ ടോം ചാക്കോന്റെ അച്ഛൻ്റെ ഡീറ്റെയിലിങ് വരുന്നത്. ഓക്കെ, അത് മേ ബി മൂപ്പര് നേരിട്ട് കാണുന്നത് കൊണ്ട് ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളത് മൂപ്പര് പറയുമായിരിക്കും. പക്ഷെ ചില സാഹചര്യത്തിലൊക്കെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി ഓടാറുണ്ട്, ഫോൺ എടുത്ത് എറിയാറുണ്ട്, ചാടിക്കളിക്കാറുണ്ട്, പല രീതിയിലുള്ള സാധനങ്ങൾ കാണിക്കാറുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണോ കോണ്ടന്റ്, സിനിമയ്ക്ക് എത്രത്തോളം പ്രൊമോഷൻ അത് അത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, സെൽഫ് പ്രൊമോഷൻ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ധ്യാനായിരുന്നു മലയാളത്തിൽ ഏറ്റവും വലിയ ഇൻ്റർവ്യൂ സൂപ്പർ സ്റ്റാർ. ധ്യാനിൻ്റെ ഒപ്പത്തിനൊപ്പം ഷൈൻ ടോം ചാക്കോ കയറി വന്നതാണ്. ഓക്കെ, സോ അതിപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂട്ടിക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ധ്യാനിൻ്റെ ഷൈനിൻ്റെ ഇടയിൽ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ രസം സീനായിരിക്കും. കാരണം ഇവരങ്ങനെയാണ്, ഇവർക്കൊരു ഡിഫറെൻറ്റ് പാറ്റേൺ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഇവർ കാണിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിൽ ആ അച്ഛൻ കണ്ട കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, കമൻറ്റ് ബോക്സിൽ പക്ഷേ വരുന്നത് എന്താണ്, അതും നീ അടിച്ചിട്ടല്ലടാ ചെയ്യണേന്നുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛൻ അവിടെ അത് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തത്. ഇവിടത്തെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കള്ളും സിഗരറ്റും പരസ്യം ചെയ്തിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടുണ്ട് പത്രങ്ങളിലും മാഗസിനുകൾ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ ഇവിടുത്തെ കുട്ടികൾ അഡിക്റ്റഡ് ആവുന്നത് ആ പരസ്യം കണ്ടിട്ടാണോ? ഹാപ്പി ലൈഫ് മെയ്ഡ് ഫോർ ഈച്ച് അതർ, വിൽസിന്റെ പരസ്യം. ഈ പറയുന്ന ദ്രാവിഡ് ഇല്ലേ, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതിന്റെ കളിയാക്കി രാഹുൽ ദ്രാവിഡ് ഇട്ടിരുന്ന വിൽസിന്റെ പരസ്യമാണ്. ആണോ? വിൽസിന്റെ ആയിരുന്നോ വേൾഡ് കപ്പ്? എന്നിട്ട് ഇപ്പൊ റൺഔട്ട് ആവുന്നതുകൊണ്ട് കാര്യണ്ടാ? ഒരു ജനതേനെ മുഴുവൻ വിൽസ് വലിപ്പിച്ചില്ലേ? അല്ല, എല്ലാവരും വലിച്ചില്ല. എല്ലാവരും വലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ പരസ്യം? തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ എല്ലാവരും ആ ക്രൈമില് ഉത്തരവാദികളല്ലേ? എല്ലാവരും അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടല്ലോ. പിന്നെ മദ്യവും സിഗരറ്റും തുടങ്ങാൻ വേണ്ടി മാത്രം പരസ്യം ചെയ്യണ്ടോ? പിന്നെ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് അതിന്റെ പരസ്യം. അല്ല, അതും ചെയ്യണം. അത് നോ സ്മോക്കിംഗ് എന്ന് പറയുന്നതാണ് പിന്നെ അതിന്റെ പരസ്യം. ചില തുടർച്ചകളൊക്കെ മാറ്റണമെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും അതിനുള്ള അവസരം കൊടുക്കണ്ടേ? ഇന്ന് ഇല്ലീഗലാക്കി വെക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു കാലത്ത് ലീഗലായിരുന്നാ. വേട്ടയാടി ഭക്ഷിക്കല്, വാറ്റടിക്കല്. അല്ല, അത് പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ആവുമ്പോ എങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ആവാ? അവൻ ജീവിച്ച് വളരുന്നതിനനുസരിച്ചല്ലേ? അതെ. അപ്പൊ ഇന്ന് ജനിക്കുന്ന കൊച്ചിനും അതിനുള്ള അവസരം കൊടുക്കണ്ടേ? ഇന്ന് ജനിക്കുന്ന കൊച്ചിനും ആ പ്രോഗ്രസീവായിട്ട് നീങ്ങാനുള്ള അവസരം കൊടുക്കണ്ടേ? അതായത് ഷൈൻ ടോം ചാക്കോ ഈ സിഗരറ്റിന്റെയും കള്ളിന്റെയും കേസിലൊക്കെ പറയുന്നതിനോട് ഒരു പരിധി വരെ ഞാനും യോജിക്കും. കാരണം ഇപ്പോഴാണെങ്കിലും അറിയാലോ, പാൻ പരാഗ് പോലുള്ള സാധനങ്ങൾ വന്നിട്ട്, പാൻ മസാലയൊക്കെ വന്നിട്ട് ബോളിവുഡ് ആക്ടേഴ്സൊക്കെ വന്നിട്ടാണ് ഭയങ്കരമായിട്ട് അത് പ്രൊമോട്ട് ചെയ്ത് പോകുന്നത്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ നമ്മളടങ്ങുന്ന സൊസൈറ്റി തന്നെ, ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഉണ്ടോ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നു പറയും. പക്ഷെ സ്റ്റിൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് കള്ളുകൂടി സിഗരറ്റ് പോലെയൊക്കെ കൂടുതലുണ്ടെങ്കിലും നമ്മളത് കണ്ട് കൈയടിക്കും. പക്ഷെ അത് നമ്മൾ കണ്ട് കൈയടിച്ച് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. കണ്ട് കൈയടിക്കാതെ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് മാസ് കാണിക്കാൻ സിഗരറ്റ് വലിക്കണം, മാസ് കാണിക്കാൻ കള്ളു കുടിക്കണം എന്ന് വിചാരിച്ച് വഴി തെറ്റിപ്പോകുന്ന ഒരാളും ആ കൂട്ടത്തിൽ കാണും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു സാധനത്തിൻ്റെ ഒരു പങ്ക് ഒരു പരിധി വരെ ഇതിലിങ്ങനെ കണ്ണടച്ചിട്ടാണെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടാണെങ്കിലും ഇതേപോലെ ഓരോന്ന് കാണിച്ചിട്ടാണെങ്കിലും ഒക്കെ ഒരു ഭാഗമാണ്. ഷൈൻ ടോം ചാക്കോ ആ ബിൽസിൻ്റെ കാര്യം രാഹുൽ ദ്രാവിഡൊക്കെ പറയുന്നതിനോട് എനിക്കൊരു പരിധി വരെ യോജിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ നായാട്ട്, കള്ളുകുടി, വാറ്റ് സംഗതി പിന്നെ ഈ വളരുന്ന കുട്ടികൾക്കും അതിന് ചാൻസ് കൊടുത്തിട്ട് എന്നിട്ട് അവർ പ്രോഗ്രസീവായി വളർത്തണ്ടേ? അതങ്ങനെയല്ലല്ലോ സംഗതി. കാലാകാലങ്ങളിൽ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്ത് വരുന്നത് കറക്ഷൻസിലൂടെയാണ്. ഓരോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിലൂടെ മക്കൾ വളരണം. അല്ലാതെ നമ്മൾ ആ കറക്റ്റ് ചെയ്ത കാര്യങ്ങളെ മക്കളെ പഠിപ്പിച്ച് ഓക്കെ ഇത് നീ ചെയ്യ് എന്നിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വളർത്തി കൊണ്ടുവരാൻ പറ്റുമോ?
അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു മോഡേൺ സിവിലൈസ്ഡ് കൾച്ചർ എങ്ങനെ ആളുകളുടെ ഇടയിൽ ഇവോൾവ് ചെയ്യാം? എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഡ്രസ്സും വണ്ടിയും സ്ഥലവും മാറിയാൽ പോരല്ലോ, കൾച്ചറും മാറണം, നമ്മുടെ സറൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ മാറ്റം വരണം. ഇന്നത്തെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ അത് എൻറ്റയർലി വേറൊരു ഡിഫറൻസ്. ഇന്ന് നമ്മളെ ശരികളൊക്കെ നാളെ പ്രോഗ്രസീവ് ചിന്തകളിൽ ഒരു 50 കൊല്ലം 100 കൊല്ലം കഴിഞ്ഞിട്ട് ആ ആളുകൾ ചിന്തിക്കുമ്പോൾ അത് വേറെ ലെവലിലായിരിക്കും. പണ്ട് ചിന്തിച്ചല്ല നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പം ചിന്തിച്ചതാവില്ല നമ്മൾ 100 കൊല്ലം കഴിഞ്ഞ് ചിന്തിക്കുന്നത്. പക്ഷെ അത് വിചാരിച്ച് അന്ന് ജനിക്കുന്നവർക്കും ഈ പഴമ പഠിപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങനെയില്ല, പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനോട് എനിക്കെന്തോ ഒരു അതാണ് ഷൈൻ ടോം ചാക്കോ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുറേ കാര്യങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോ പറയുമ്പോൾ അയാളെ കിളിയാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പഴയ കേസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇനി 2 ക്ലിപ്പ് വയ്ക്കുകയാണ്. ഒന്ന് ഷൈൻ ടോം ചാക്കോ കേസിൻ്റെ ടൈമിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൊടുത്തൊരു പ്രസ് മീറ്റിൻ്റെ ബൈറ്റ് ഉണ്ട്. അങ്ങനെ ഒറ്റ കൊടുക്കാനാണെങ്കിൽ എത്ര പേര് ഒറ്റ കൊടുക്കും? നമ്മൾക്കാവേണ്ടത് നമ്മളാവും ആരും ഒറ്റ കൊടുത്താലും. അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റ കൊടുക്കലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ അറിയില്ല അതെങ്ങനെയാണ് ആ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായതെന്ന്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കൂട്ടുകാർ ഒറ്റ കൊടുക്കുന്നു. ഈ 60 ദിവസങ്ങളിൽ ഒരു ചിത്രം എനിക്ക് നഷ്ടപ്പെട്ടു, KL10 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസം മുതൽ എന്ന ചിത്രം 10-60 ദിവസം ബ്ലോക്കായി. അതുവഴി പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഭാഗത്തു നിന്ന് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ വർക്ക് ചെയ്യുന്നവർക്കും അതിൻ്റെ ഡയറക്ടർക്കും. പിന്നെ അതുപോലെ തന്നെ മാർച്ചിൽ തുടങ്ങേണ്ടിയിരുന്ന ചിത്രം അങ്ങോട്ട് മാറി. അത് കഴിഞ്ഞ് ഏപ്രിലിൽ തുടങ്ങേണ്ട ചിത്രം അങ്ങോട്ട് മാറി. മെയിൽ തുടങ്ങേണ്ട ചിത്രം അങ്ങോട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് അന്ന് ഷൈൻ ടോം ചാക്കോ കൊടുത്ത ആ ഒരു പ്രസ് മീറ്റിലെ ബൈറ്റ്. അതിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും വന്നിരുന്ന് അങ്ങനെ കണ്ട് ഞാൻ ചെയ്തിട്ടേ ഇല്ല, എനിക്ക് അറിയേയില്ല, അങ്ങനെയൊന്നുമല്ല പറഞ്ഞു. ഫ്രണ്ട്സിനെ ആണെന്നുണ്ടെങ്കിൽ അവർ കാരണം ഞാൻ കുടിക്കാൻ അതൊന്നും പറയുന്നില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, ഫ്രണ്ട്സ് ഒറ്റ കൊടുത്തു എന്നുള്ളത് വിശ്വസിക്കുന്നില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോ അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി അന്നത്തെ കേസ് എന്താന്നുള്ളത് ഞാനിവിടെ ലൈറ്റായിട്ട് വെക്കാം. നാർക്കോട്ടിക് ഡ്രഗ്സ് NDPS ആക്ട് പ്രകാരം കേസ്. നമുക്കിത് അന്വേഷണം തുടങ്ങണം. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടോ എന്നുള്ള വിവരം അന്വേഷിച്ചാലേ അറിയുള്ളൂ. ഷൈൻ ടോം ചാക്കോ പറയുന്നത് കൊച്ചിയിലെ ഫ്ളാറ്റുകളിൽ ഇതുപോലെ മുമ്പും പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഗോവയിൽ നിന്നാണ് കൊക്കെയിൻ എത്തിച്ചതെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞതായി പോലീസ് പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മാസം 8-ാം തീയതി, അതായത് ജനുവരി 8-ാം തീയതി കൊച്ചിയിലെ യുവാക്കൾക്ക് വിതരണം ചെയ്യാനായി, കൊച്ചിയിലെ യുവാക്കൾക്ക് വിൽക്കാനായി 100 ഗ്രാം കൊക്കെയിൻ ഗോവയിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം പോലീസിന് ഉണ്ടായിരുന്നു. ഇത് കൈമാറ്റം ചെയ്യുന്ന ആളുകളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയിലേക്ക് എത്തിയത്. ഈ 100 ഗ്രാം കൊക്കെയിനിലെ 15 ഗ്രാമാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ലഭിച്ചത്. ഇതിൽ 5 ഗ്രാം ഇവർ ഉപയോഗിച്ചു എന്ന മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. ബാക്കി 10 ഗ്രാമും ആയാണ് ഷൈൻ ടോം ചാക്കോയെയും 4 സ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കൊക്കെയിൻ കൂടുതലും കേരളത്തിലെ യുവ സിനിമാക്കാർക്കിടയിൽ വിതരണം ചെയ്യാനാണ് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ആ വഴിക്കാണ് നീങ്ങുന്നത്. പക്ഷേ സാധാരണ കഞ്ചാവുകൾ പിടിക്കുമ്പോൾ പോലും ഇടനിലക്കാരിൽ ഒരു പരിധി വരേക്കും അതിനപ്പുറത്തേക്ക് പോകാൻ പോലീസിന് കഴിയില്ല. കാരണം ഇവരുടെ ബന്ധങ്ങൾ അത്രയേറെ വേരുകളുള്ള ഒരു രീതിയിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. അതേ രീതി തന്നെയാണ് കൊക്കെയിനും വിതരണം ചെയ്യുന്നത്. രാജ്യാന്തര മാർക്കറ്റിൽ നിന്ന് ഗോവയിലേക്ക് എത്തുന്ന കൊക്കെയിനാണ് അത് പിന്നീട് കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരെ പിടിച്ച് എത്രത്തോളം ഇത് മുമ്പോട്ട് പോകാനാകും എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കും മറ്റ് 4 സ്ത്രീകൾക്കുമെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 21B എന്ന വകുപ്പാണ്, അതായത് കൊക്കെയിൻ കൈവശം വെച്ചതും ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് ജാമ്യമില്ലാ വകുപ്പാണ്. ഇത് ഇവർക്ക് നൽകിയ ഇടനിലക്കാരനെ കണ്ടെത്താനാണ് ഇനിയുള്ള പോലീസിന്റെ ശ്രമം. ഓക്കെ, ഇതാണ് അന്നത്തെ ഷൈൻ ടോം ചാക്കോന്റെ കേസ്. അപ്പം അന്ന് മൊഴി കൊടുത്തത് നിങ്ങൾ കേട്ടു, വന്ന സോഴ്സ്. അപ്പം അതന്ന് പോലീസ് അന്വേഷണത്തിൽ കൃത്യമായിട്ട് അവർ ഓരോന്ന് അക്കമിട്ട് നിരത്തി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിന് ഷൈൻ ടോം ചാക്കോന്റെ ഫാദർ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവനെ മനഃപൂർവ്വം ഇതിൽ കുടുക്കിയിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ നിഗമനത്തിലെത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാറുമില്ല. വീട്ടിലൊക്കെ മാസങ്ങളോളം ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ സിഗരറ്റ് പോലും അവൻ വലിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ബ്ലസ്സി വിളിച്ചിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ബ്ലസ്സി താമസിക്കുന്ന ലോഡ്ജിലേക്ക് ഇവൻ പോയത്. ഇവൻ ചെല്ലുമ്പോൾ അവിടെ ലോഡ്ജിൻ്റെ അകത്ത് ആരൊക്കെ റൂമിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള വിവരമൊന്നും ഇവനറിയില്ല. ബ്ലസ്സിനെ ഇത് കണ്ട് സംസാരിച്ചു. അവിടുന്ന് പോരുമ്പോഴേക്കും പോലീസ് വന്ന് ഇവരെല്ലാവരും കൂടി കസ്റ്റഡിയിൽ എടുത്തു. അവരുടെ അടുത്ത് സാധനം ഉണ്ടെന്നും അവിടെ ആൾക്കാരുണ്ടെന്നും ഒന്നും ഇവനറിയില്ല.
ഞങ്ങൾക്ക് അറിയിച്ചത് ഞങ്ങൾ ചാനലിൽ കൂടിയാണ് അത് അറിഞ്ഞത്. അല്ലാണ്ട് ഞങ്ങളെ ആരും വ്യക്തിപരമായിട്ട് ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല, ഇൻഡിവിജ്വലായിട്ട് ഞങ്ങളെ ആരെയും അറിയിച്ചില്ല. ഓക്കെ, അപ്പോൾ ഷൈൻ ടോം ചാക്കോന്റെ അച്ഛനെന്ന് പറഞ്ഞത് സുഹൃത്തുക്കളുടെ ട്രാപ്പിലേക്ക് ഷൈൻ ടോം ചാക്കോ പോയി പെട്ടതാണ്, അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തതിൽ ഷൈൻ ടോം ചാക്കോ കുടുങ്ങിയതാണ്. ഷൈൻ ടോം ചാക്കോ ചെയ്യുന്ന ഒരാളല്ല, അതാണ് അച്ഛൻ്റെ മൊഴിയാന്നത്തെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ പല സ്റ്റേജുകളിലാണെങ്കിലും ഇൻ്റർവ്യൂസിലാണെങ്കിലും ഷൈൻ ടോം ചാക്കോ വീണ്ടും വീണ്ടും കേസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു പീക്ക് ലെവൽ, അതായത് അഭിനയത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേജർ സിനിമയുടെ ഭാഗമായിട്ടും ഷൈൻ ടോം ചാക്കോനെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ സൂപ്പർ ഹിറ്റുകളിലും ചിലപ്പോൾ ഷൈൻ ടോം ചാക്കോനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വിജയുടെ ഒപ്പം അഭിനയിക്കുന്നു, അങ്ങനെ കുറേ, ലൈക്ക് ജൂനിയർ NTRന്റെ ഒപ്പം. അപ്പം അങ്ങനെ ഷൈൻ ടോം ചാക്കോൻ്റെ ഏറ്റവും പ്രൈം സ്റ്റേജിലാണ് ഈ ഒരു സിനിമാ ജീവിതത്തിൽ ആസ് ആൻ ആക്ടർ. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്ത് ഞാൻ ഒരു നല്ല സ്റ്റേജിലാണ്, എൻ്റെ പഴയ കേസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം, വേണമെങ്കിൽ സൈഡ് കൂടി ഒന്ന് വെളുപ്പിച്ച് നോക്കാമെന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം മോർ വേസ്റ്റ്. കാരണം കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ, കേസ് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. സോ ബെറ്റർ അതവിടെ കിടന്നോട്ടെ, അത് ഇഗ്നോർ ചെയ്തിട്ട് കരിയർ മാത്രം നോക്കി ലൈഫ് അങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ ഇപ്പോൾ ഈ ഓബ്വിയസ്ലി ഫ്രസ്ട്രേഷൻ വരും, കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഇവൻ അങ്ങതല്ലേ ഇവൻ ഇതല്ലേ, അതാളുകൾ പറയും, അതാളുകൾ പറയാതിരിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ കേസ് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കോടതിയിൽ നിന്ന് നിങ്ങൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് അപ്പുറത്ത് മറ്റേത് പറയാൻ ആളുകൾ കാണും. അങ്ങനെയുള്ള ആളുകളുടെ വായ മൂടിക്കെട്ടാൻ പറ്റുന്നില്ലല്ലോ.